അടുത്ത ടോപ്പിക്ക് നേൺസ്റ്റ് ഹീറ്റ് തിയറം അല്ലെങ്കിൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. 1906 നേൺസ്റ്റ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് പ്രൊപ്പോസ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് അറ്റോമിക് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളായിരുന്നു. ഇതിനെയാണ് ആ കാലത്ത്, അതായത് 20th സെഞ്ച്വറിയിൽ, ഏർലി 20th സെഞ്ച്വറിയിൽ ന്യൂ ഹീറ്റ് തിയറം എന്ന് വിളിച്ചിരുന്നത്. ഇതിൻ്റെ റെലവൻസ് കാരണം ഇതിനെ ഓഫൺ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നും വിളിച്ചിരുന്നു. സോ 1906 നേൺസ്റ്റ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ പ്രൊപ്പോസ് ചെയ്ത് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഫോർ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് അറ്റോമിക് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഓൾ സോളിഡ് ടെൻസ് ടു സീറോ അറ്റ് അബ്സല്യൂട്ട് സീറോ. The internal energy and entropy of the system becomes equal. എല്ലാ സോളിഡിൻ്റെയും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സീറോ ആകും. ഇൻറ്റേർണൽ എനർജിയും എൻട്രോപ്പിയും ഈ സിസ്റ്റത്തിൻ്റെത് ഈക്വൽ ആകും. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സീറോ ആകും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ. ഇൻറ്റേർണൽ എനർജിയും എൻട്രോപ്പിയും ഈക്വൽ ആകും. ഇതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊരു പുതിയ ഫണ്ടമെൻ്റൽ ലോ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തു. അതുകൊണ്ടാണ് അതിനെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ തിയറത്തിൻ്റെ യൂസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് എൻട്രോപ്പി ആൻഡ് ഫോർ ദ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹെൽമോൾട്ട്സ് ഗിബ്സ് ഫ്രീ എനർജി. ഹെൽമോൾട്ട്സ് ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. സോ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനും ഹെൽമോൾട്ട്സ് ഗിബ്സ് ഫ്രീ എനർജിയുടെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നേൺസ്റ്റ് heat theorem, Nernst heat theorem or third law of thermodynamics. ലാണ് നേൺസ്റ്റ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ പ്രൊപ്പോസ് ചെയ്തത്. In 1906, Nernst proposed a general principle based on his experimental results for the problem of atomic heat at low temperature. Atomic heat at low temperature. It was called the new heat theorem, or due to its relevance it was also called as the third law of thermodynamics. ഈ ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, the heat capacity of solids of solids tends to zero. The heat capacity of solids tends to zero at absolute zero. The heat capacity of solids tends to zero at absolute zero, and the internal energy and entropy becomes equal. ഇതാണ് ഈ ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് ഡിറൈവ്ഡ് എയ്തർ ഫ്രം ദ ഫസ്റ്റ് ലോ ഓർ ദ സെക്കൻഡ് ലോ. Thus, this is another fundamental law called the third law of thermodynamics. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്, എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനും എൻട്രോപ്പി കാൽക്കുലേഷനും is used for the calculation of entropy and physical interpretation of
Helmholtz Gibbs free energy. Helmholtz Gibbs free energy. സോ ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻസ് പറയാനായിട്ട് ഒരു ഐസോകോറിക് പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺസിഡർ ആൻ ഐസോകോറിക് പ്രോസസ് the Gibbs-Helmholtz function is given by the Gibbs-Helmholtz function f is given by the Gibbs-Helmholtz function is given by f is equal to u plus t into dou f by dou t at a constant volume. ഇതാണ് ഗിബ്സ് ഹെൽമോൾട്സ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇത് ഒരു സ്റ്റേറ്റിൻ്റെ ഗിബ്സ് ഹെൽമോൾട്സ് ഫംഗ്ഷനാണ്. ഇനി ഇത് രണ്ട് സ്റ്റേറ്റിൻ്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺസിഡർ ടു ഫൈനൈറ്റ് സ്റ്റേറ്റ്സ്, അങ്ങനെ വരുമ്പോൾ എഫ് വണ്ണും എഫ് ടുവും വരും. സോ എഫ് ടു മൈനസ് എഫ് വൺ ഈസ് ഈക്വൽ ടു യു ടു മൈനസ് യു വൺ ഈക്വൽ ടു t plus t into dou f2 minus f1 divided by dou t at a constant volume. So considering two finite state, we get f2 minus f1 is equal to u2 minus u1 plus t into dou f2 minus f1 by dt. So ഈ f2 minus f1 നെ നമുക്ക് f star എന്ന് എഴുതാൻ പറ്റും. So u2 minus u1 നെ u star എന്ന് പറയും plus t into dou f star divided by dou t at a constant volume. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സോ ഇവിടെ എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ഫ്രീ എനർജിയാണ്. ഡിക്രീസ് ഇൻ ഫ്രീ എനർജി. യു സ്റ്റാർ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജി. ഇനി നമുക്കിവിടെ ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എഫ് സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിക്രീസ് ഇൻ ഫ്രീ എനർജിയുടെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്കപ്പോൾ യു സ്റ്റാറും വേണം, ഡോ എഫ് സ്റ്റാർ ബൈ ഡോ ടിയും വേണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് സ്റ്റാറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ യു സ്റ്റാറിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വി ഹാവ് ഡോ ഡി യു സ്റ്റാർ divided by dt is equal to sigma nc, where c is the specific heat, n is the number of molecule. സോ ഇവിടെ യു സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. സോ ചേഞ്ച് ഓഫ് ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഇസ് ഗിവൺ ബൈ ദ പ്രോഡക്റ്റ് ഓഫ് number of molecules and specific heat. സോ ഇതിൽ നിന്ന് നമുക്ക് യു സ്റ്റാർ കിട്ടാനായിട്ട്, ഇവിടെ യു സ്റ്റാർ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ യു സ്റ്റാർ കിട്ടാനായിട്ട് ഈ ടൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം 0 to t. സോ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് യു സ്റ്റാർ ഈസ് ഈക്വൽ ടു integral 0 to t sigma nc dt plus constant. ഇവിടെ at t is equal to 0 the value of constant becomes at t is equal to 0. T is equal to 0 absolute temperature ഈ ടൈം 0 ആയി പോകും. സോ വി ഗെറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു യു സ്റ്റാർ 0. സോ ഇത് തിരിച്ച് നമ്മൾ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും യു സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t സിഗ്മ എൻ സി ഡി ടി പ്ലസ് യു 0 സ്റ്റാർ. ഇതിന് ഇക്വേഷൻ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സോ ഇനി നമുക്ക് ഡോ എഫ് ബൈ ഡോ ടി ആണ് കിട്ടേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്റ്റ് ടു ടി. ഡോ എഫ് ബൈ ഡോ ടി ആണ് വേണ്ടത്. സോ എഫ് സ്റ്റാറിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡി എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ് ഡി യു സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ടി ഇൻറ്റു, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡോ സ്ക്വയർ എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് ടി 1 വരും. സോ ഡോ ഡി എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടൈമും കൂടി ക്യാൻസലായി പോകും. സോ നമുക്ക് ഡി സ്ക്വയർ എഫ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് -1/t ഡി യു സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡി യു സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടിയുടെ വാല്യൂ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. യു സ്റ്റാറിൻ്റെ വാല്യൂ എടുത്ത ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. സോ അതെന്ന് പറയുന്നത് -1/t സിഗ്മ എൻ സി എന്ന് വരും. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഡോ എഫ് ബൈ ഡോ ടി ആണ്. സോ ഒന്നുകൂടി ഈ ടൈമിനെ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡി സ്ക്വയർ എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. സോ ഇതിന് ഡി ടി സ്ക്വയർ ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു integral 0 to t minus sigma nc divided by t into dt plus constant ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 0 വി ഗെറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ഈ ടൈം 0 ആയി പോകും. സോ ഡി എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി അറ്റ് 0. സോ അഗെയിൻ ഈ കോൺസ്റ്റൻറ്റ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു -integral 0 to t സിഗ്മ എൻ സി ഡിവൈഡഡ് ബൈ ടി ഡി ടി പ്ലസ് ഡി എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി അറ്റ് 0. ഇവിടെ നമുക്ക് ഈ ടൈമാണ് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇതിൻ്റെ ഈ ടൈമിൻ്റെ വാല്യൂസ് നമുക്ക് ഇതെന്ന് പറയുന്നത് ഡിബൈ തിയറി ഓഫ് സ്പെസിഫിക് ഹീറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ ഇവിടെ ഇൻ ഇക്വേഷൻ 3 RHSൽ ഫസ്റ്റ് പാർട്ട് can be calculated by Debye theory of specific heat. Debye theory of specific heats. So in equation 3 of the first part can be calculated by Debye theory of specific heat. In the RHS of equation 3, the first part can be calculated by Debye theory of specific heat. The second part is difficult to calculate. That is the df star by dt at absolute 0 temperature. It is very difficult to calculate. So Nernst proposed in order to solve this issue, Nernst proposed that df star by dt at 0 is equal to the change in entropy. This statement can be defined as the entropy change in a isothermal reversible process approaches 0 when the temperature is also 0. The entropy change
of an isolated reversible process, of an isothermal reversible process, the entropy change of an isothermal reversible process is 0 when the temperature approaches 0. So the dF star by dt is equal to the change in entropy. It is 0 when the temperature also approaches 0. ഇതാണ് നേൺസ്റ്റ് പ്രപ്പോസ് ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏത് സെക്കൻഡ് പാർട്ട്, ഇക്വേഷൻ 3യുടെ സെക്കൻഡ് പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നേൺസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഒരു ഐഡിയ ആണിത്. ദാറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഡി എഫ് സ്റ്റാർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി which is equal to 0 when the temperature approaches 0. സോ ഇനി ഇത് നമ്മൾ ഈ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ 0 ടു ടി സിഗ്മ എൻ സി ഡിവൈഡഡ് ബൈ ടി അറ്റ് ഡി ടി പ്ലസ് 0 കിട്ടും. സോ ഇതിന് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്ക് ഡി എഫ് സ്റ്റാർ ബൈ ഡി ടിയും കിട്ടി, യു സ്റ്റാറും കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് equation 4 and substituting equation 4 and 2 in 1, we get രണ്ടും ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് സ്റ്റാർ ഈസ് ഈക്വൽ ടു യു സ്റ്റാറിൻ്റെ വാല്യൂ എന്താണ്? യു സ്റ്റാറിൻ്റെ വാല്യൂ ഇൻറ്റഗ്രൽ 0 ടു ടി സിഗ്മ എൻ സി ഡി ടി പ്ലസ് യു 0 സ്റ്റാർ, അടുത്തത് പ്ലസ് ടി ഇൻറ്റു ഡോ എഫ് സ്റ്റാർ ബൈ ഡോ ടി പ്ലസ് ടി ഇൻറ്റു ഇവിടെ മൈനസ് കൊടുക്കാം ഇൻറ്റഗ്രൽ 0 ടു ടി സിഗ്മ എൻ സി ടി ഡി ടി. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു 0 ഫസ്റ്റ് വരും, യു 0 സ്റ്റാർ പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ടി സിഗ്മ എൻ സി ഡി ടി മൈനസ് ടി ഇൻറ്റഗ്രൽ 0 ടു ടി സിഗ്മ എൻ സി ബൈ ടി ഡി ടി. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ടേമും ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് വരുന്നത് വെൻ ടി ഈസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0, ഓൾറെഡി ഈ രണ്ട് ടൈം ക്യാൻസലായി പോയി. സോ ഇനി അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഇവിടെ അപ്പോൾ നമുക്ക് എഫ് സ്റ്റാർ ഈസ് ഈക്വൽ ടു യു 0 സ്റ്റാർ എന്ന് കിട്ടും. സോ വെൻ ടി ഈസ് ഈക്വൽ ടു 0 വി ഗെറ്റ് എഫ് സ്റ്റാർ 0 ഈസ് ഈക്വൽ ടു യു സ്റ്റാർ 0. ദാറ്റ് ഈസ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഡി എഫ് സ്റ്റാർ ബൈ ഡി ടി അറ്റ് 0 ഈസ് ഈക്വൽ ടു ഡി യു സ്റ്റാർ ബൈ ഡി ടി അറ്റ് 0. Thus the function f star and u star becomes equal at absolute 0. So ഇതിനെ നമുക്കിനി ലിമിറ്റിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ സോ ദസ് വി ക്യാൻ റൈറ്റ് ഈ ഇക്വേഷനെ തന്നെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതിയാൽ ദസ് വി ക്യാൻ റൈറ്റ് ലിമിറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ഡോ എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡോ ടി is equal to limit t is equal to 0 dou u star divided by dou t equal to 0. ഇവിടെ ഇതൊരു കോൺസ്റ്റൻ്റ് ടൈമാണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെയും ഈക്വൽ ടു 0 തന്നെ വരും. ഈ എക്സ്പ്രഷനെയാണ് ദിസ് ഈസ് കാൾഡ് ഹീറ്റ് തിയറം ഓഫ് നേൺസ്റ്റ്. ഹീറ്റ് തിയറം ഓഫ് നേൺസ്റ്റ്. ഇനി ഇതിൻ്റെ രണ്ട് ഗ്രാഫുണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ എഫ് സ്റ്റാർ എനർജി. എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഫ്രീ എനർജിയാണ്. സോ
ഇവിടെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് യു സ്റ്റാർ. അതേസമയം സെക്കൻഡ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എഫ് സ്റ്റാർ യു സ്റ്റാർ, ടെമ്പറേച്ചർ, എഫ് സ്റ്റാർ, എനർജി. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എഫ് സ്റ്റാറും യു സ്റ്റാറും ഈക്വൽ ആകുന്ന കേസാണ്. എന്നാൽ സെക്കൻഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോയിൽ മാത്രമാണ് ഈ രണ്ട് എഫ് സ്റ്റാറും യു സ്റ്റാറും ഈക്വൽ ആകുന്നത്. ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ഫ്രീ എനർജിയും ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജിയും അബ്സല്യൂട്ട് സീറോയിൽ മാത്രം ഈക്വൽ ആകും. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് സീറോയിൽ മാത്രമാണ് സെക്കൻഡ് കേസിൽ ഈക്വൽ ആകുന്നത്. ഫസ്റ്റിൽ രണ്ടും ഈക്വലാണ്. സോ ടോട്ടൽ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1906 നേൺസ്റ്റ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ്. ഇറ്റ് വാസ് ഫോർ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് അറ്റോമിക് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഇത് ന്യൂ ഹീറ്റ് തിയറം എന്നാണ് ഏർലി 20th സെഞ്ച്വറിയിൽ അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ റെലവൻസ് കാരണം ഇതിനെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നും വിളിച്ചിരുന്നു. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് എന്ന് പറയും. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ, ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ടെൻസ് ടു സീറോ അറ്റ് അബ്സല്യൂട്ട് സീറോ. ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് എൻട്രോപ്പി ബിക്കംസ് ഈക്വൽ. സോ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ലോയിൽ നിന്നോ സെക്കൻഡ് ലോയിൽ നിന്നോ ഡിറൈവ് ചെയ്തിരുന്നതല്ല. സോ ഇത് അനദർ ഫണ്ടമെൻ്റൽ ലോ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇതിനെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിച്ചു. ഇതിൻ്റെ യൂസസ് എന്തൊക്കെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ, എൻട്രോപ്പി കാൽക്കുലേഷനും, ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് എൻട്രോപ്പി, ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹെൽമോൾട്ട്സ് ഗിബ്സ് ഫ്രീ എനർജി. ഇതിന് രണ്ടിനും വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻസ് നോക്കാനായിട്ട് നമുക്ക് ഫൈനലിൽ വരുന്നത് ഡി എഫ് സ്റ്റാർ ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി യു സ്റ്റാർ ഡിവൈഡ് ബൈ ഡി യു സ്റ്റാർ ബൈ ഡി ടി എന്നാണ്. അതായത് ചേഞ്ച് ഇൻ ഡിക്രീസ് ഇൻ ഫ്രീ എനർജി ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. ആ എക്സ്പ്രഷനാണ് നമുക്ക് ഫൈനൽ വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് വെച്ചാൽ, കൺസിഡർ ആൻ ഐസോകോറിക് പ്രോസസ്സ്, അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആയ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ എഴുതും. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ടി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇനി ഇത് ഒരു സ്റ്റേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. രണ്ട് സ്റ്റേറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ F2 മൈനസ് F1 ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് ടി ഇൻറ്റു ഡോ ബൈ ഡോ